എല്ലാവർക്കും സ്വാഗതം. സിമ്പിൾ കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഒരു നാടൻ വിഭവമായ ഇലയട. ചക്ക വഴറ്റി വെച്ചതുകൊണ്ട് എങ്ങനെ അട ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഞാൻ ഈ മാർച്ച് ഏപ്രിൽ നമുക്ക് കിട്ടിയ ചക്ക വേവിച്ച് ശർക്കരയും ചുക്കും ഏലക്കയും എല്ലാം ഇട്ട് പകുതി വേവിച്ച് മുഴുവൻ അലുവായാക്കിയില്ല, പകുതി വേവിച്ച് വെച്ചേക്കുന്നതാണ്. ഇതിനകത്തേക്ക് ഞാൻ ഒരു പിടി തേങ്ങായും ഇട്ട് അട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ്. അതിന് കുഴയ്ക്കുന്നത് കാണിക്കാം നിങ്ങളെ. അതിലേക്ക് അല്പം ഉപ്പിടുക. വെള്ളം ഇടാൻ 1.5 ഗ്ലാസ് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അത് നല്ല തിളച്ച വെള്ളം വേണം ഒഴിക്കാൻ. നമുക്ക് അതിൽ നിന്ന് കുറേശ്ശെ മാവിലോട്ട് ഒഴിക്കാം. മിക്കവർക്കും അറിയാവുന്നതാണ്. അറിയാത്തവർക്ക് വേണ്ടിയും ചെയ്യാത്തവർക്ക് വേണ്ടിയും ഞാൻ കാണിച്ചു തരുന്നതാണ്. നല്ല ആവി വേകുന്ന ഒരു പലഹാരമാണ്. അതുകൊണ്ട് ഹെൽത്ത് നോക്കുന്നവർക്കും കഴിക്കാം. എണ്ണയൊന്നുമില്ല. കൈയിട്ട് കുഴയ്ക്കാൻ പറ്റത്തില്ല, തിളച്ച വെള്ളമായതുകൊണ്ട്. കുറേശ്ശെ എടുത്ത് നമ്മൾ നോക്കണം പാകത്തിനാണോന്ന്. നമുക്കിനി ഇതൊന്ന് തണുക്കാൻ വെക്കാം. തണുത്തിട്ട് വേണം കൈയിട്ട് ചെറിയ ചൂട് മാറിയിട്ട് ഞാൻ അതിനകത്തോട്ട് അല്പം നെയ്യ് ഇതിനകത്തോട്ട് ഇടുവാണ്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. നമുക്കൊരു ടേസ്റ്റും ഇത് നല്ലൊരിതാണ്, ഫ്ലേവറും ഒക്കെ ഉണ്ട് നെയ്യിടുമ്പോൾ. അതിൻ്റെ ഇലയ്ക്കകത്ത് നമ്മൾ വെക്കുമ്പോൾ ഇത് മാറിയിട്ട് നമുക്ക് കുഴച്ചെടുക്കുന്നത് കാണിക്കാം. അപ്പോൾ കൈയിട്ട് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം. ചെറിയ ചൂടുണ്ട്. ആദ്യമായിട്ടുണ്ടാക്കുന്ന സൂക്ഷിച്ചെടുക്കണം. ഞാനൊന്ന് കുഴച്ച് വെച്ചതാണ്, നിങ്ങളെ കാണിക്കാൻ ചെയ്തതാണ്. മാവ് റെഡിയായി. നമുക്കിനി അട പരത്താം. അതിനായി നമുക്ക് ഇല കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കയ്യിലൊന്ന് വെള്ളം തൊട്ടിട്ട് മാവെടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ മാവ് വെക്കണം. എന്നിട്ട് അല്പം വെള്ളം തൊട്ട് ഏറ്റവും കനം കുറച്ച് മാവ് പരത്താം. ഇതൊക്കെ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പം 4 മണിക്കൊക്കെ തരുന്ന അട. അട പുഴുങ്ങി ചൂടോടെ. വേറെ അടയുണ്ട്, ഓട്ടട. അങ്ങനെ ഇതിന് എൻ്റെ കനം കുറയ്ക്കുന്നത് എക്സ്ട്രാ ഉള്ള മാവ് നമുക്ക് ഇങ്ങനെ വടിച്ച് കളയുമ്പോൾ ഒരേ ലെവലിൽ വരും. കളയണ്ട, നമുക്ക് മറ്റേ മാവിലോട്ട് എടുത്ത് വെക്കാം. നല്ല കനം കുറഞ്ഞ അട കിട്ടും. അങ്ങനെ നമ്മൾ എക്സ്ട്രാ ഉള്ളതെല്ലാം മാവെടുത്ത് മറ്റേ മാവിൻ്റെ കൂടെ വെച്ചു. ഇനി നമുക്ക് കയ്യിൽ നിന്ന് കഴുകണം. ഒരു പാത്രത്തിൽ വെള്ളം അടുക്ക് വെച്ചേക്കണം അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ. നമ്മുടെ കയ്യിൽ ഇനിയും നമുക്ക് ഞാനിവിടെ ചക്ക വഴറ്റിയത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ 1 പിടി
തേങ്ങാപ്പീര ഇട്ട് ഇളക്കി വെച്ചേക്കുവാണ്. ശർക്കര ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് മധുരം എനിക്ക് ആവശ്യത്തിനുള്ള മധുരം ഉണ്ട്, അതുകൊണ്ടാണ് ഇടാത്തത്. മധുരം കൂടുതൽ വേണ്ടവർക്ക് ശർക്കരയോട് ഇടാം അതിനകത്ത്. ഞാനിപ്പം ഇട്ടിട്ടില്ല. ഇനി അങ്ങനെ ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നു. പക്ഷെ കൈവച്ച് തന്നെ പരത്തേണ്ടി വരും. എന്നുവെച്ചാൽ എല്ലാ സൈഡിലും ചക്ക കിട്ടിയ സമയത്ത് വാങ്ങിച്ച് മുക്കാൽ വേവാക്കിയാൽ അലുവ പരുവമാക്കിയില്ല, പഴറ്റി വെച്ചിരുന്നതാണ്. നമ്മുടെ റെഡിയായി. മൊത്തം നമ്മൾ കവർ ചെയ്ത് ഇത് നമുക്ക് അതിന് അപ്പച്ചമ്പ് ചൂടാക്കി ഇത് ഫോൾഡ് ചെയ്തു. പിന്നെ അപ്പച്ചമ്പ് വെള്ളം ഒഴിച്ച് ജലിപ്പാത്രം നമ്മൾ തിരിച്ച് കമത്തി വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലാണ് സ്റ്റീമറില്ലാത്ത ഞാൻ തിരിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഈ അട വെക്കുന്നു. അങ്ങനെ ഓരോ അടയും ഞാൻ വെക്കാൻ പോവുകയാണ്, ഉണ്ടാക്കാൻ പോകും. ഇങ്ങനെ നമ്മുടെ അട ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്ക് ഇഡലിപ്പാത്രം അടച്ച് സ്റ്റീം ചെയ്യാം ഒരു 10 മിനിറ്റ്. അങ്ങനെ നമ്മുടെ അട റെഡിയായി. നമുക്ക് 10 മിനിറ്റിന് ശേഷം നമ്മുടെ അട നമുക്കെടുക്കാം. ചൂടുണ്ട്. അങ്ങനെ നമ്മുടെ നാടൻ അട റെഡിയായി. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ചക്കയ്ക്ക് പകരം ശർക്കരയും തേങ്ങായും വെച്ച് ഉണ്ടാക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം. എല്ലാവർക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.